ഹൈഫയിലാണ് പുതിയ കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വെച്ചത്. നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റിക്ലൈനർ സോഫ മേടിച്ചത് നല്ലതാണ്. കാരണം അവർക്ക് ഇങ്ങനെ കാലുകൊണ്ട് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കാനൊന്നും പറ്റൂല. നമുക്കിങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കാൻ പറ്റിയ ഇതാണ്. എന്ന് വെച്ചാൽ PVRന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ റിക്ലൈനർ മേടിക്കാം. അടിപൊളിയാണ്, സിമ്പിൾ സെറ്റിയാണ്. ഇത് ട്രീറ്റ് ചെയ്ത വുഡ് ആയതുകൊണ്ട്, തേക്ക് ആയതുകൊണ്ട് അല്ലേ, നോക്കി വെയിറ്റ് നോക്കിയാൽ ഒരു വെയിറ്റും ഇല്ല കേട്ടോ. ഒരു 2 കിലോനുള്ള ഒരു ചെയർ വളരെ രസകരമായിട്ടാണ് ഇരിക്കാനൊക്കെ, വളരെ നല്ലൊരു ഒരു കംഫർട്ടാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു 2 സീറ്റിൻ്റെ സോഫയുണ്ട്, അതുപോലെ തന്നെ 2 വിസിറ്റിംഗ് ചെയറുകളുണ്ട്. ഇപ്പോൾ സ്ഥലമില്ല, സ്പേസ് കൂടുതൽ വേണമെന്നുള്ള ആളുകൾക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാം. കണ്ടതായിരിക്കാം, എന്നാലും ഇവിടെ കണ്ടപ്പോൾ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇത് നമുക്ക് ചില സ്ഥലങ്ങളിൽ ബെഞ്ചും വേണം, അതുപോലെ തന്നെ 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ വേണം. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് വുഡ് സ്റ്റോറീസിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. കിച്ചണിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ഞാനിവിടെ പ്ലാന്റ് വെച്ച് കണ്ടില്ലേ കുറച്ച്, ഇത് വീട്ടിലേക്ക് പരീക്ഷിക്കാവുന്ന കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ ബോർഡൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ടാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. ടിൽറ്റിംഗ് ഹെഡ് റെസ്റ്റോട് കൂടിയ കൂൾ കളറിലുള്ള ഒരു സോഫ. അതിന് മുമ്പിൽ നല്ല ബിവിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്, ഗ്ലാസ് ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മഹാഗണിയുടെ ഒരു കോഫി ടേബിളിനാണ്. നമ്മുടെ പ്രൊഡക്ഷനാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിനൊക്കെ അഡീഷണൽ അക്സറീസ് ഒക്കെ വെക്കാം. ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ ചകിരിയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ചെടികളൊക്കെ ഒറിജിനലിനേക്കാളും വളരെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങിക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ വീട്ടിലൊരു പ്ലാന്റിൻ്റെ ഫീല് കിട്ടണമെങ്കിൽ. നമ്മൾ പണ്ട് കാലത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇതുപോലെ വുഡിൻ്റെ നമ്മുടെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇരിക്കാൻ, റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റിയൊരു ചെയറാണിത്. മെറ്റൽ കൊണ്ടൊരു ചെയർ ഉണ്ടല്ലോ, ഫുൾ മെറ്റലാണ്, നല്ല വെയിറ്റ് ഉണ്ട് കണ്ടില്ലേ. ഇത് ഔട്ട് സൈഡോ ഇൻസൈഡിലോ ഉപയോഗിക്കാൻ പറ്റും. പൗഡർ കോട്ടഡ് ആണ്, മെറ്റലിൽ ചെയ്താണ്. ഒരു സിംപിൾസിറ്റി ഉണ്ടല്ലേ ചെയറിലിരിക്കുമ്പോൾ. കുഞ്ഞൊരു കുഷനും കൂടി വേണമെന്ന് മാത്രം. ഇവിടെയും ചെയറുണ്ട് കേട്ടോ, വിസിറ്റിംഗ് ചെയറുകൾ. ഇവിടെ ഈ ഒരു ടീക്ക് വുഡ്, ഈ ഒരു ബാമ്പൂൻ്റെ ഈ ഒരു ഇതുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു നല്ല ടേബിളിലുള്ള ആർട്ടിഫിഷ്യൽ മാർബിള്, അടിയിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടഡ് ചെയറാണ്. വളരെ നല്ല സ്റ്റൈലിഷായിട്ട് ഞങ്ങൾ ഒരുപാട് ചെയറുകൾ വിറ്റ് പോയ ഒരു ചെയറാണിത്. കുറച്ചും കൂടി രാജകീയത വേണമെങ്കിൽ ഈ ഒരു കോഫി ചെയർ അല്ലെങ്കിൽ കോഫി ടേബിൾ വിത്ത് ചെയർ ഉപയോഗിക്കാം. ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെയർ കണ്ടത്, ഇതും കോഫി ടേബിൾ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ് ഈ ഒരു കളറുകൾ, ഈ ഒരു പാറ്റേൺ, കളറുകളല്ല ഈ ഒരു പാറ്റേൺ. ഇതും നല്ലൊരു ഡൈനിങ് ചെയർ കോഫി ടേബിൾ മെത്തേഡാണ്, നന്നായിട്ട് ഇതും ചെയ്തിട്ടുണ്ട്. കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിരിയണം എന്ന് തോന്നിയാൽ തിരിയണം. തിരിയാനുള്ള ചെയർ, അനുസൃതമായിട്ടുള്ള ഒരു കോഫി ടേബിള്. നമ്മൾ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു രാജകീയത്തെ തോന്നണമെങ്കിൽ നമ്മളെ MDക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ചെയറാണ്. MD ചെയറാണ്, കേബിനിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്.